ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നുള്ളത് വയനാട്ടിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട 10 സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താമരശ്ശേരി ചുരം. നമ്മൾ വയനാട് ചുരം ഒരു അടിപൊളി സ്ഥലമാണ്. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഏറ്റവും ടോപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടാവും. ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് പറയുന്ന സ്ഥലം എന്നൂർ ഗോത്രപൈതൃക ഗ്രാമം. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ ജീപ്പിലാണ് എന്നൂരിലേക്ക് പോവുക. അത് നല്ലൊരു അടിപൊളി വൈബുള്ള സ്ഥലമാണ്. രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അടുത്തായിട്ട് ടീ ഫാക്ടറിയാണ്. വയനാട്ടിൽ ഒരുപാട് ടീ ഫാക്ടറീസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ മെഷീനറീസും കാര്യങ്ങളും എല്ലാം പരമ്പരാഗതമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, എന്നാലും അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പറഞ്ഞു തരും. ശരിക്കും ടീ പൗഡർ എങ്ങനെയാണെന്ന് കാണാനൊക്കെ ആയിട്ട് പറ്റും. അതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സിപ്പ് ലൈൻസൊക്കെ അവൈലബിൾ ആണ്. ചുറ്റും തേയിലത്തോട്ടം, അടിപൊളി വ്യൂ ആണ്. നെക്സ്റ്റ് വന്നിട്ട് വയനാട്ടിലെ ഒരു ബെസ്റ്റ് പ്ലേസ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. ഇവിടെ കുറച്ച് നടക്കാനുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊക്കെ ആയിട്ട് വരാനൊക്കെ ഉണ്ട്. പക്ഷേ അടിപൊളിയാണ്. നല്ല അടിപൊളി വ്യൂവും നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അടുത്തായിട്ട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ച്വറിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ വണ്ടികൾ അവൈലബിൾ ആണ്, ബസ്. അവിടുന്ന് നമ്മൾ ഒരു ചാർജ് കൊടുത്തിട്ട് നമ്മളതിൽ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ ഒരു 1 അവർ നമുക്ക് ചിലവഴിക്കാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ലക്ക് വൈസ് നമുക്ക് ഓരോ മൃഗങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവനിങ് ഒരു 6 മണി വരെയൊക്കെ ഉണ്ടാവും. അടുത്തൊരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി മ്യൂസിയം. ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഹണീസ് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ട്, തേനിനെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. തൊട്ടടുത്തായിട്ട് ഇതുപോലൊരു കുഞ്ഞ് പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ടീ മ്യൂസിയമാണ് പറയുന്നത്. ടീ മ്യൂസിയം ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. സിപ്പ് ലൈനും സൈക്ലിങ്ങും ഒക്കെ ഇവർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട്. ഇവിടെയും നമുക്ക് ഫോണല്ല ഇവിടെ അല്ല, ഉള്ളിലോട്ട്. പിന്നെ ഒരു ബെസ്റ്റ് പ്ലേസാണ് 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. മേപ്പടിയാണ് പ്രോപ്പർ പ്ലേസ്. ഇവിടെ നമുക്ക് ട്രെക്കിംഗ് ഉണ്ട്. ഒരു 4-5 കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡ് ട്രെക്കിംഗ് വരുന്നുണ്ട്. എന്നിട്ടാണ് ഇവിടെ എത്തുക. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതിൽ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തൊരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരാപ്പുഴ ഡാമാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സിപ്പ് ലൈന്, സൈക്ലിങ്,
അതുപോലെ കുട്ടികളുടെ പാർക്ക്, ഡാം, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലവേഴ്സ് കൊണ്ട് തന്നെ അവർ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികൾ കൊണ്ടും നല്ല അടിപൊളിയാണ് ഇത് കാണാൻ. അപ്പം ഇതിൽ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചാനൽ കയറിയിട്ട് വീഡിയോസ് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ടൈമും അവിടുത്തെ ചാർജും എല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ്